ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 വിധി പറയും. കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ നവംബർ 29 വിധി പറയുക. ഇരുവർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ തെരുവിറങ്ങുമ്പോഴും കട്ടിളപ്പാളി കൈമാറുമ്പോഴും എൻ വാസു ഇല്ലായിരുന്നുവെന്നും പ്രതിഭാഗം. ഇവരുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും നിലപാട് കോടതിയിൽ ഏത് തരത്തിലുമായിരുന്നു? കെ.പി. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്തിയപ്പോൾ കോടതി മുറി അടച്ചിട്ടാണ് ഈ കേസുകൾ പരിഗണിച്ചിരുന്നത്. കാരണം അത്രയധികം രഹസ്യമായി തന്നെയാണ് ഈ കേസുകൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും എൻ വാസുവിൻ്റെയും കെ എസ് ബൈജുവിൻ്റെയും, എൻ വാസു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ 2 തവണ കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചു. അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചു. എൻ വാസുവിൻ്റെ ഡിസംബർ 3 വിധി പറയുക. കെ എസ് ബൈജുവിൻ്റെ ഈ മാസം 29 വിധി പറയും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നാളെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നുണ്ട്. പത്മകുമാറിനെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എൻ വാസുവിൻ്റെ അഭിഭാഷകരുടെ വാദം എന്ന് പറയുന്നത്, എൻ വാസു വിരമിച്ചതിന് ശേഷമാണ് ഈ ഉത്തരവിറങ്ങുന്നതും പിന്നീട് കട്ടിളപ്പാളി കൈമാറുന്നതുമെന്ന്, തനിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ് എൻ വാസുവിൻ്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അത്തരത്തിൽ എൻ വാസുവിനും അല്ലെങ്കിൽ കെ എസ് ബൈജുവിനും ഈ കേസിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്, അവർ പ്രതികളാണ് എന്നുള്ള വാദമാണ് ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2019 താൻ വിരമിച്ചതിന് ശേഷം ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ വാസുവിൻ്റെ മൊഴി. അതിലാണ് ഈ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഈ ജാമ്യാപേക്ഷയ്ക്ക് മേൽ ഉണ്ടായിട്ടുള്ള വാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഈ അറസ്റ്റുകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 6 പേരാണ് ഇപ്പോൾ നിലവിലിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതിനുശേഷം ഓരോരുത്തരുടെ ജാമ്യാപേക്ഷയായി കോടതി പരിഗണിക്കുന്നുണ്ട്. മനോജ്, ഇവിടെ എൻ വാസുവിനായാലും ബൈജുവിനായാലും സാഹചര്യ തെളിവുകൾ, മൊഴികൾ എല്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഏത് തരത്തിൽ പ്രതിഭാഗം വാദഗതികൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഇവർക്ക് കുരുക്ക് മുറുകാൻ തന്നെയാണ് സാധ്യത, അല്ലേ? തീർച്ചയായും എന്തൊക്കെ തന്നെ വാദം ഉന്നയിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് എൻ വാസുവിൽ നിന്നും പിന്നീട് പത്മകുമാറിലേക്ക് എത്തുന്നു. പത്മകുമാറിൽ നിന്നും അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. നിലവിലിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരെ കൃത്യമായും കോടതിയും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും നിരീക്ഷിച്ച് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു, അല്ലെങ്കിൽ ആരൊക്കെ ആയിരുന്നു ഇവരെ സ്വാധീനിച്ചത്, ഈ കട്ടിളപ്പാളികളും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷണ സംഘം അത് കൃത്യമായും പരിശോധിച്ച് വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ജാമ്യാപേക്ഷകൾ കൂടെ കോടതി പരിഗണിക്കുന്നത്. നാളെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളത് തന്നെയാണ്. അതായത് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാറിനെ വിട്ടു നൽകും. ഇതോടുകൂടി തന്നെ കൂടുതൽ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകും, കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, കൃത്യമായും ഒരു രാഷ്ട്രീയ ബന്ധം ഇതിനുണ്ടാകും. അതിനുശേഷമാണ് മുൻ MLA കൂടെയായിരുന്ന പത്മകുമാറിനെ, ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഇനി ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. കോടതി നടപടിക്രമങ്ങൾ അങ്ങനെ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ കേസിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള വാദം കേട്ട ശേഷമാണ് വിധി പറയുന്നത്. നാളെയോടുകൂടി തന്നെ നമുക്ക് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ മേലുള്ള വിധി എന്താണെന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കാൻ യാതൊരു സാധ്യത
സാധ്യതയും എന്നുള്ളതാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സമർപ്പിച്ചിട്ടുള്ള എൻ വാസുവിനായാലും കെ എസ് ബൈജുവിനായാലും വേണ്ടിയുള്ള വാദം പൂർത്തിയായെങ്കിലും അവർക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായും ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികളാക്കപ്പെട്ട ഈ പ്രതി ചേർക്കപ്പെട്ട എൻ വാസുവിനെയും കെ എസ് ബൈജുവിനെയും ഒക്കെ ജാമ്യത്തിൽ വിടുക എന്നുള്ളത് ഒരു തരത്തിലും നടക്കാത്ത കാര്യം തന്നെയാണ്. ഈ സമയത്ത് തന്നെയാണ്, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഈ കൊള്ളയിൽ അത് ആർക്കൊക്കെയാണ് പങ്കുള്ളത് എന്നതിനെ പറ്റി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നു. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കെ എസ് ബൈജു, സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ പിന്നീട് വരുന്നു. അതിനുശേഷമാണ് എൻ വാസുവിലേക്കും ഏറ്റവും അവസാനമാണ് എ പത്മകുമാറിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അങ്ങനെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്ക് ജാമ്യം നൽകാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ എൻ വാസുവിന്റെ ജാമ്യം അനുവദിക്കരുത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കേസിൽ 6 പ്രതികളാണുള്ളത്. വരും ദിവസങ്ങളിൽ അവരുടെ വാദവും കോടതിയിൽ നടക്കും. വിശദാംശങ്ങളാണ് കൊല്ലത്തു നിന്നും എം മനോജ്.